നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിലെ പ്രതിയായ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും കമ്മീഷണറുമായിരുന്ന എൻ വാസുവിനെ കൈവിലങ്ങണിയിച്ച് കോടതിയിൽ ഹാജരാക്കിയ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസുകാർക്കെതിരെ നടപടിയുണ്ടാകാൻ സാധ്യത. ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയിലെ ചട്ടങ്ങൾക്ക് വിരുദ്ധമായ നടപടിയാണ് ഈ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്, അതായത് കൈവിലങ്ങണിയിച്ച് കൊണ്ടുവന്നത്. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ പോലീസിനെതിരെ നടപടിയിലേക്ക് നീങ്ങുകയാണ്. സ്പെഷ്യൽ ബ്രാഞ്ച് ഇത് സംബന്ധിച്ച് സംസ്ഥാന പോലീസ് മേധാവിക്ക് റിപ്പോർട്ട് നൽകി. തിരുവനന്തപുരം AR ക്യാമ്പിലെ പോലീസ് ഉദ്യോഗസ്ഥരാണ് പൂജപ്പുര സ്പെഷ്യൽ ജയിലിൽ നിന്ന് വാസുവിനെ കൈവിലങ്ങണിയിച്ച് ഇക്കഴിഞ്ഞ വ്യാഴാഴ്ച കൊല്ലത്തെ വിജിലൻസ് കോടതിയിൽ ഹാജരാക്കിയത്. കോടതി വളപ്പിലെത്തിയപ്പോൾ ഒരു കയ്യിൽ വിലങ്ങുണ്ടായിരുന്നു. ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയ 43(3) ആർക്കൊക്കെയാണ് വിലങ്ങണിയിക്കേണ്ടതെന്ന് വ്യക്തമായി പറയുന്നുണ്ട്. ഇതിന് വിരുദ്ധമായ നടപടിയാണ് പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്നും ഉണ്ടായത്. സംഘടിത കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെടുന്നവർ, തീവ്രവാദ കേസുകളിൽ ഉൾപ്പെടുന്നവർ, കൊലപാതകം, ബലാത്സംഗം തുടങ്ങിയ കേസുകളിൽ ഉൾപ്പെടുന്നവരെയൊക്കെയാണ് വിലങ്ങണിയിക്കാൻ നിയമം അനുശാസിക്കുന്നത്. ഇതിന് വിരുദ്ധമായ നടപടിയാണ് പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്നുണ്ടായതെന്നാണ് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസ് അന്വേഷിക്കുന്ന പ്രത്യേക സംഘം അറിയാതെയാണ് ഇത്തരത്തിൽ വാസുവിനെ വിലങ്ങണിയിച്ച് കോടതിയിൽ എത്തിച്ചതെന്നാണ് വിവരം. ഇതിന് പിന്നാലെയാണ് പോലീസ് മേധാവി റിപ്പോർട്ട് ആവശ്യപ്പെട്ടത്. എന്തായാലും എൻ വാസുവിനെ കൈവിലങ്ങ് അണിയിച്ച് കോടതിയിൽ ഹാജരാക്കിയതിൽ പോലീസുകാർക്കെതിരെ നടപടി വന്നേക്കുമെന്ന വിവരമാണ് പുറത്തുവരുന്നത്. AR ക്യാമ്പിലെ പോലീസ് ഉദ്യോഗസ്ഥരാണ് ഇത്തരത്തിലൊരു നടപടി ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്കെതിരെ മറ്റ് തീരുമാനങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ തള്ളിക്കളയാനാകില്ല. കൈവിലങ്ങ് ഏതൊക്കെ പ്രതികൾക്ക് വയ്ക്കണമെന്ന് നിയമത്തിൽ പ്രതിപാദിക്കുന്നതിന് വിരുദ്ധമായ നടപടി ഉണ്ടായ സാഹചര്യത്തിൽ DGPക്ക് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് നൽകുകയും കൂടി ചെയ്തു. ഈ ഘട്ടത്തിലാണ് പോലീസുകാർക്കെതിരെ നടപടി ഉണ്ടാകാനുള്ള സാധ്യത ഉള്ളത്. നേരത്തെ മുരാരി ബാബു ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരെ അറസ്റ്റ് ചെയ്തപ്പോഴും വിലങ്ങ് വയ്ക്കരുതെന്ന് SIT SP S ശശിധരൻ നിർദ്ദേശം നൽകിയിരുന്നു. പക്ഷേ ചില പോലീസ് ഉദ്യോഗസ്ഥർ അത് പാലിച്ചില്ല. അത് SITയിൽ തന്നെ തർക്കത്തിനിടയാക്കിയപ്പോഴായിരുന്നു എൻ വാസുവിനെ വിലങ്ങണിയിച്ചത്. ഇതിൽ DGPയും SIT തലവനായ ADGP S വെങ്കടേഷ് അതൃപ്തി അറിയിച്ചിരുന്നു. മാത്രമല്ല, നിയമകാര്യങ്ങളൊന്നും പരിഗണിക്കാതെ കൈവിലങ്ങ് വെച്ചത് സർക്കാരിനും അവമതിപ്പുണ്ടാക്കിയെന്നാണ് പറയുന്നത്. SIT ഉദ്യോഗസ്ഥരും അറിയാതെയാണ് ഇത് നടന്നതെന്നും AR ക്യാമ്പിലെ പോലീസുകാർക്കെതിരെ എന്തായാലും നടപടിയിലേക്ക് കടക്കും. അത് എന്ത് രീതിയിലുള്ള നടപടിയാണ് എന്ന ചോദ്യമാണ് ഇനി ബാക്കിയുള്ളത്. അതേസമയം എൻ വാസുവിന്റെ റിമാൻഡ് കാലാവധി 14 ദിവസത്തേക്ക് കൂടി നീട്ടി. കൊല്ലം വിജിലൻസ് കോടതിയാണ് റിമാൻഡ് കാലാവധി നീട്ടി ഉത്തരവിറക്കിയത്. വാസുവിനെതിരെ മുദ്രാവാക്യം വിളിച്ചും കരിങ്കൊടി കാണിച്ചും BJP പ്രവർത്തകർ പ്രതിഷേധിച്ചു. കോടതിയിൽ നിന്ന് വാസുവിനെ ഇറക്കുന്ന സമയത്തായിരുന്നു പ്രതിഷേധം. അതേസമയം പത്മകുമാറിനെ കോടതിയിൽ ഹാജരാക്കാനുള്ള നീക്കങ്ങൾ ശക്തമാക്കുകയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ഇടപാടുകളിൽ വിശദമായ പരിശോധനയ്ക്കായാണ് പത്മകുമാറിനെ SIT കസ്റ്റഡിയിൽ വാങ്ങുന്നത്. പോറ്റി സർക്കാരിനെ സമീപിച്ചിരുന്നുവെന്ന മൊഴിയിലും കൂടുതൽ വ്യക്തത ഉണ്ടായേക്കും. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ പ്രതിപട്ടികയിൽ ഏറ്റവും സ്വാധീനമുള്ള വ്യക്തിയാണ് ഈ വാസു. അതുപോലെ തന്നെ പത്മകുമാർ അടക്കമുള്ളവർ 2 തവണ ദേവസ്വം കമ്മീഷണറും 2 വർഷം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായ വാസുവിന്റെ അറസ്റ്റോടെ കേസിന് പുതിയ മാനമാണ് കൈവന്നത്. അറസ്റ്റിലേക്ക് നയിച്ചത് മുരാരി ബാബുവിന്റെ സുധീഷ് കുമാറിന്റെ മൊഴികളായിരുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് മുതൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വരെയുള്ള പദവിയിലെത്തിയ വാസുവിന്റെ സർവീസ് യാത്ര അപൂർവതകൾ നിറഞ്ഞതാണ്. ശരിക്കും ആരാണ് ഈ വാസു എന്ന ചോദ്യം നമുക്ക് ഒരിക്കൽ കൂടി നോക്കാം. കൊല്ലം കുളക്കട സ്വദേശി അഭിഭാഷകൻ കൂടിയായിരുന്നു വാസു. 1979 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കന്നി മത്സരത്തിന് ഇറങ്ങിയ വ്യക്തിയാണ് വാസു. കൊല്ലം ജില്ലയിലെ കുളക്കട പഞ്ചായത്തിലെ പൂവറ്റൂർ കിഴക്ക് വാർഡിൽ നിന്ന് CPM ടിക്കറ്റിലാണ് ജയം. 27ാമത്തെ വയസ്സിൽ കുളക്കട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പദത്തിലെത്തി. 1988 വീണ്ടും ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റായി. 2006-2011 കാലത്ത് എക്സൈസ് മന്ത്രി PK ഗുരുദാസന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായി. അതിനുശേഷം 2010 നവംബർ 10 ദേവസ്വം കമ്മീഷണറായി. 2018 ഫെബ്രുവരി 2 വീണ്ടും ദേവസ്വം കമ്മീഷണറായി. 2 തവണ ദേവസ്വം കമ്മീഷണർ സ്ഥാനത്തെത്തുന്ന ആദ്യത്തെ ആളാണ്. 2019 നവംബറിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി. കമ്മീഷണർ സ്ഥാനത്ത് നിന്നിറങ്ങി 7 മാസത്തിന് ശേഷമായിരുന്നു ഇത്. ദേവസ്വം കമ്മീഷണർ സ്ഥാനത്ത് നിന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പദത്തിലേക്ക് എത്തുന്ന ആദ്യത്തെ ആളും വാസുവാണ്. 2019 ഡിസംബർ 9 ഉണ്ണികൃഷ്ണൻ വിവാദ ഇമെയിൽ അയച്ചപ്പോൾ ദേവസ്വം പ്രസിഡന്റായിരുന്നു വാസു. സ്വർണ്ണപ്പാളികൾ ചെമ്പുപാളികൾ എന്നാക്കിയ കേസിലെ 3ാം പ്രതി. ശബരിമല സ്വർണ്ണമോഷണ കേസിൽ 5ാമനായി 2025 നവംബർ 11 അറസ്റ്റ് ചെയ്യപ്പെട്ടത്. അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഉൾപ്പെട്ട പാർട്ടി നേതാക്കളെ CPM ഇനി സംരക്ഷിക്കില്ല. അവർക്കെതിരെ നടപടികൾ പാർട്ടി എടുക്കുന്നു എന്ന സൂചനകൾ വന്നു തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. മുൻ MLAയും പത്തനംതിട്ട CPM ജില്ലാ സെക്രട്ടറി
അംഗവുമായിരുന്ന എ പത്മകുമാറിനെതിരെ കടുത്ത നടപടിയിലേക്ക് പാർട്ടി കടക്കുകയാണ്. 8ാം പ്രതിയായ പത്മകുമാറിനെ ജില്ലാ കമ്മിറ്റിയിൽ നിലനിർത്തിയാൽ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇറങ്ങുമ്പോൾ തീർച്ചയായിട്ടും അത് വലിയ രീതിയിലുള്ള തിരിച്ചടിയാകുമെന്ന വിലയിരുത്തലുകൾ നിലവിലുണ്ട്. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ എ പത്മകുമാറിനെ കൈവിട്ടുകൊണ്ടുള്ള ഒരു നടപടിയിലേക്ക് പാർട്ടി കടക്കുകയാണ്. ഇന്ന് എം പി ഗോവിന്ദന്റെ സാന്നിധ്യത്തിൽ ചേരുന്ന ജില്ലാ കമ്മിറ്റി യോഗത്തിൽ വിഷയം ഉയർന്നു വരാൻ സാധ്യതയുണ്ട്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള യോഗമാണ് ചേരുന്നത് എങ്കിൽ പോലും പത്മകുമാറിനെ സംബന്ധിച്ചുള്ള വിഷയം ചർച്ചയാകുമെന്ന് തന്നെയാണ് കരുതുന്നത്. പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളുടെ സാന്നിധ്യത്തിൽ ചേരുന്ന ജില്ലാ കമ്മിറ്റി യോഗത്തിൽ പത്മകുമാറിനെതിരെ കടുത്ത നടപടി സ്വീകരിച്ച് സംസ്ഥാന നേതൃത്വത്തിന് റിപ്പോർട്ട് നൽകാനാണ് സാധ്യത. പത്മകുമാറിനെ സംരക്ഷിക്കുകയോ തള്ളിപ്പറയുകയോ വേണ്ടെന്ന നിലപാടാണ് ശനിയാഴ്ച പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗം ഡോക്ടർ തോമസ് ഐസക് അറിയിച്ചിരുന്നത്. അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിക്കും വരെ പത്മകുമാർ കുറ്റാരോപിതൻ മാത്രമാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നേരത്തെ നിലപാട് സ്വീകരിച്ചതാണ്. പക്ഷേ ഇത്തരം നിലപാടുകൾ അത് വലിയ രീതിയിൽ തിരിച്ചടി ഉണ്ടാക്കുമെന്ന നിഗമനം, അതുകൊണ്ട് തന്നെ നിലപാടുകളിൽ മാറ്റം ഉണ്ടാകുമോ എന്ന ചോദ്യമാണ് നിലവിൽ ഉയരുന്നത്. മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തേക്കുമെന്ന അഭ്യൂഹവും ശക്തിപ്പെടുന്നുണ്ട്. അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രതികളുടെ ജാമ്യാപേക്ഷ കൊല്ലം വിജിലൻസ് കോടതി ഇന്ന് പരിഗണിക്കും. മുൻ ദേവസ്വം പ്രസിഡന്റ് N വാസുവും തിരുവാഭരണ കമ്മീഷണർ KS ബൈജുവുമാണ് ജാമ്യാപേക്ഷ നൽകിയിട്ടുള്ളത്. കേസിൽ CPM നേതാവ് എ പത്മകുമാറിനെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള SIT അപേക്ഷ പരിഗണിക്കാനിരിക്കുകയാണ്. അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അറസ്റ്റിലായതിന് പിന്നാലെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗമായ എ പത്മകുമാറിനെതിരായ നടപടിയിൽ CPMൽ രണ്ട് അഭിപ്രായമുണ്ട്. കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുന്ന മുറയ്ക്ക് നടപടിയിലേക്ക് പോകാമെന്നാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനം. എന്തായാലും ഇന്ന് ചേരുന്ന ഈ യോഗത്തിൽ എന്താണ് തീരുമാനത്തിലേക്ക് നയിക്കപ്പെടുന്നത്, എന്ത് തീരുമാനം എടുക്കുമെന്നതടക്കമുള്ള ചോദ്യങ്ങൾ ശക്തമാവുകയാണ്. തിരഞ്ഞെടുപ്പ് കാലത്ത് സമാനതകളില്ലാത്ത ഒരു വലിയ പ്രതിസന്ധിയിലേക്കാണ് പാർട്ടിയെ ശബരിമല സ്വർണ്ണക്കൊള്ള കേസും അതുപോലെ തന്നെ പാർട്ടിയിലെ വളരെ പ്രസിദ്ധരായ നേതാക്കൾ അറസ്റ്റിലാകുന്ന തരത്തിലേക്ക് നയിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായതും ഇത് വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി പാർട്ടിയിൽ സൃഷ്ടിച്ചിരിക്കുകയാണ്. മുതിർന്ന നേതാവും ഒരു കാലത്ത് കടുത്ത പിണറായി പക്ഷപാതിയുമായിരുന്ന എ പത്മകുമാർ ഇപ്പോൾ റിമാൻഡിലാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തലപ്പത്തിരിക്കെ അനധികൃത ഇടപെടലുകളുടെ കൂടുതൽ വിവരങ്ങൾ അന്വേഷണത്തിന്റെ ഭാഗമായി പുറത്തു വരുന്നുമുണ്ട്. പാർട്ടി നടപടി ഉറപ്പാണെന്ന് CPM സംസ്ഥാന നേതൃത്വം വ്യക്തമാക്കുന്നുണ്ടെങ്കിലും അത് വൈകുന്നത് എന്തുകൊണ്ടെന്ന ചോദ്യവും ശക്തമാവുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.